നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. ADGP RSS നേതാവിനെ കണ്ടതിൽ അതൃപ്തി പരസ്യമാക്കി MV ഗോവിന്ദൻ. കൂടിക്കാഴ്ചയെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി. ആരെയാ കണ്ടുകൂടാതെ ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM കൂട്ടിക്കെട്ടണ്ട. CPM RSS ഡീലെന്ന VD സതീശൻ. രണ്ട് ശരീരമെങ്കിലും പിണറായിക്കും സതീശനും ഒരേ മനസ്സെന്ന K സുരേന്ദ്രൻ. നാലാം ദിവസവും കുടിവെള്ളം മുട്ടി തലസ്ഥാനം. പൊറുതിമുട്ടി ജനം. വെള്ളം എടുക്കാനായിട്ട് ഇന്ന് രാവിലെ ഒരു 6 കിലോമീറ്ററോളം പോയിട്ടാണ് വെള്ളം എടുത്തിട്ട് വന്നത്. എവിടുന്നാണ് കിട്ടുന്നത്? പാപ്പനംകോട് ഭാഗത്തുനിന്ന് ഒരു ബോർവെല്ലിന്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി അത്യാവശ്യം വെള്ളം എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നാണ് രാവിലത്തെ ആവശ്യത്തിന് വീട്ടിലത്തേക്ക് ഉപയോഗിച്ചത്. പകരം ഞങ്ങൾ വേറെ അടുത്ത വീട്ടിലെ കിണറൊന്നും ഒക്കെ അടുത്ത് വെള്ളം കിട്ടുന്നിടത്തുനിന്നൊക്കെ പോയി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. വൈകിട്ടോടെ പരിഹാരമെന്ന് മന്ത്രിയുടെയും മേയറുടെയും ഉറപ്പ്. മോഡലിംഗിലും ലൈംഗിക ചൂഷണമുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ്. ചെറിയ കുട്ടികൾ പോലും അതിക്രമം നേരിടുന്നു. ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും ലൈംഗിക ചൂഷണം. തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ടെന്നും രഞ്ജിനി ന്യൂസ് 18നോട്. AK ശശീന്ദ്രനെതിരെ തുറന്നടിച്ച തോമസ് K തോമസ്. മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്നത് പാർട്ടി തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. AK ശശീന്ദ്രനല്ല പാർട്ടിയെന്നും തോമസ് K തോമസ്. തർക്കം മുന്നണിയിലെത്തിയിട്ടില്ലെന്ന് LDF കൺവീനർ. പൂരവിവാദം തീരുന്നില്ല. ആരോപണം കടുപ്പിച്ച പ്രതിപക്ഷം. CPMനും BJPക്കുമെതിരെ വീണ്ടും VD സതീശൻ. പൂരം കലക്കി BJPക്ക് ജയിക്കേണ്ട കാര്യമില്ലെന്ന് K സുരേന്ദ്രൻ. വോട്ട് കിട്ടാൻ BJP എന്തും ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. കുഞ്ഞിന്റെ ശരീരം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്വേഷണം ആരംഭിച്ച റെയിൽവേ പോലീസ്. ഗുരുവായൂർ അമ്പലനടയിൽ റെക്കോർഡ് വിവാഹം. ഇന്ന് നടന്നത് 356 വിവാഹങ്ങൾ. വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. നടൻ വിജയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. തമിഴക വെട്രി കഴകം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. എല്ലാവരും സമന്മാർ എന്ന തത്വത്തിൽ മുന്നോട്ടു പോകുമെന്ന് വിജയ്. പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കും. ADGP RSS നേതാവിനെ കണ്ടതിൽ അതൃപ്തി പരസ്യമാക്കി CPM. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദർശനം CPMുമായി കൂട്ടിക്കെട്ടേണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ സന്ദർശനം സർക്കാർ കാര്യമാണ്. CPIക്ക് മാത്രമല്ല തങ്ങൾക്കും ADGPയുടെ നീക്കത്തിൽ അതൃപ്തിയുണ്ടെന്നും MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് നിങ്ങൾ CPM പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ അത് തൃപ്തിയോടുകൂടിയാ. കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന് വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടതിൽ CPM ഒരു പ്രശ്നമില്ലേ? അല്ല, ഞാൻ ഇപ്പം ആരെയാ കണ്ടുകൂടാതെ ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തെറ്റ് ചെയ്തവരോട് സർക്കാർ കോംപ്രമൈസ് ചെയ്യില്ല. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും റിയാസ് പറഞ്ഞു. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ
കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും. ഇതാണ് സർക്കാരിൻ്റെ സമീപനം. ഇത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പൊതുവെ കേരളത്തിലെ പോലീസിന് നല്ല അംഗീകാരത്തോടു കൂടി ക്രമസമാധാനം ഇവിടെ ഭദ്രമാണ്. വർഗീയ കലാപങ്ങൾ ഇവിടെ ഇല്ല. വർഗീയ കലാപങ്ങളുടെ ലാഞ്ചന പോലും ഉണ്ടാവാത്ത നിലയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ ചാടി വീണത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട്. RSS CPM ഡീൽ 100% ഉറപ്പാക്കിയ ശേഷമാണ് ADGPയുടെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയതാണ്. ഇതുതന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിലും നടന്നതെന്നും സതീശൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല, വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി കേരളത്തിലെ CPMന്റെയും BJPയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന മതേതരത്വം, CPM പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGPയെ അവിടെ വിട്ടത്. ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത്. സുരേന്ദ്രൻ പ്രതിയല്ല, സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവർ. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസ്യരായിട്ട് ഇവിടെ നിൽക്കുന്നത്. ADGP സ്വകാര്യമായി RSS നേതാക്കളെ കണ്ടത് ഗൗരവകരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. LDFും BJPയും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാവരെയും എല്ലാ കാലത്തും ഒരുപോലെ പറ്റിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSS നേതാക്കളെ കണ്ട ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടെന്ന് K സുരേന്ദ്രൻ. പരസ്യമായിട്ടാണോ ADGP രാഹുൽ ഗാന്ധിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടതെന്നും CPMന്റെ എന്തു സന്ദേശം നൽകാനാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്ന് സതീശൻ വിശദീകരിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രണ്ട് ശരീരമെങ്കിലും പിണറായിയും VD സതീശനും ഒരു മനസ്സാണെന്നും സുരേന്ദ്രൻ. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്. പിണറായി വിജയന്റെ B ടീമാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. ADGP 2023 കണ്ടത്. നിങ്ങൾ പറയുന്നത് അതല്ലേ? ഞാൻ ചോദിക്കുന്നത് ADGP 2024 ഏപ്രിലാണോ RSS നേതാവിനെ കണ്ടത്? നിങ്ങൾ അതിനാദ്യം ഉത്തരം പറയും. ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ്? പൂരം കലക്കാൻ ADGPയും RSS നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ? 2023 2024 ADGP RSSനെ കണ്ടത്? ഈ ADGPക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ്. നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഈ ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP VD സതീശന്റെ വളരെ അടുത്ത ആളാണ്. എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? അതപ്പോ ഒരാൾ ADGP ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്ത് വിഡ്ഢിത്തമാണ് സതീശൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. MR അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ. നൊട്ടോറിയസ് ക്രിമിനലാണ് അജിത് കുമാർ. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ വീണ്ടും പോലീസിന് നൽകുമെന്നും അൻവർ പറഞ്ഞു. താൻ ഇനി രാഷ്ട്രീയ മറുപടി പറയില്ലെന്നും അൻവർ. ആരോപണം ഉന്നയിച്ചതല്ല. മാമിയുടെ തിരോധാനം ഒരു സത്യമാണല്ലോ. ആ സത്യത്തിന് പിറകിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടോ എന്നതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. SIT രൂപീകരിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഇവർക്ക് സംശയമുള്ള ഓഫീസർമാരടക്കമുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായി പോകുന്നില്ല എന്നുള്ള അവരുടെ സന്ദേഹമുള്ള ഓഫീസർമാരുൾപ്പെടെ പേരിന് വേറെ ഒരു 3-4 പേരെ കൂടെ ചേർത്തിക്കൊണ്ടുള്ള ഒരു SIT ടീമിനെ നിയോഗിച്ചതായിട്ടാണ് ഈ പറയുന്ന ADGP അജിത് കുമാറിന്റെ ഓർഡർ വന്നത്. അത് ഇവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വിവരം എന്നെ ധരിപ്പിച്ചു. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ആ കാര്യം കൂടി സൂചിപ്പിച്ചു, വിശദമായി പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IGയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു IPS ഓഫീസറെ
മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തു സുജിത് ദാസ്. രണ്ടാമത് ഉയർത്തിയ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ മാമി കേസായിരുന്നു. അതിന് ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും ഉന്നതനായ ഈ ഏരിയയിലെ ഉന്നതൻ എന്ന് പറയുന്നത് IG ആണ്. അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെ നല്ല ടീമുണ്ടാക്കി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓർഡറാക്കി. അതായത് നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതുകൂടി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ്. എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിദാൻ വധക്കേസായാലും ഞാൻ ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ നടപടികൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ADGP അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിന്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ്, നമ്മൾ DGP എന്ന് പറയും, അദ്ദേഹത്തിന്റെ ചുമതലയിൽ. ADGP MR അജിത് കുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി DGPയെ കണ്ടതോടെ നടപടി ഉടനെന്ന് സൂചനകൾ വന്നെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. RSS നേതാക്കളുമായിട്ടുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വിഷയത്തിൽ CPMനുള്ളിലും അതൃപ്തി പുകയുന്നുണ്ട്. പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുന്നതിനാൽ സർക്കാർ പ്രതിരോധത്തിലാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട് കാണാം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഭരണപക്ഷി MLA ആയ PV അൻവർ തുടക്കമിട്ട വിവാദങ്ങളാണ് പിന്നീട് പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചത്. RSS ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിമർശനം. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നുകൂടി പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായർ ഉൾപ്പെടെയുള്ള മറ്റ് സഹപ്രതികളെയും ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിന് വഴി പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ കൃത്യമായി ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി എത്തുന്നതിനുള്ള റൂട്ട് പറഞ്ഞു കൊടുത്തത് ക്രമസമാധാന ചുമതലയുള്ള നിലവിലെ ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമായി നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായാണ് വിവരം. എന്തായാലും MR അജിത് കുമാറിനെതിരായ വിമർശനങ്ങളും ആരോപണങ്ങളും ഒരു വശത്ത് ചൂടുപിടിക്കുമ്പോൾ ഇനിയങ്ങ് മൗനം തുടരാൻ ആവാത്ത സ്ഥിതിയിലാണ് ആഭ്യന്തര വകുപ്പ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ വൈകിയതെന്താ എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിവിധ കക്ഷികൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ആ പശ്ചാത്തലത്തിലായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച. സ്വാഭാവികമായി അതിനിടയിലാണ് 4 ദിവസം MR അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന്റെ കാരണം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി അതിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. എയർ ഇന്ത്യ സാറ്റ്സ് ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്ക് അവസാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? കിരൺ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് എയർ ഇന്ത്യ സാറ്റ്സിലെ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് തുടങ്ങിയത്. ഇന്നലെ രാത്രി 10 മണി മുതലായിരുന്നു ഇവർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത്. ഇതേ തുടർന്ന് നിരവധി സർവീസുകളുടെ സമയത്തെ ബാധിച്ചു. അതോടൊപ്പം തന്നെ കാർഗോ നീക്കവും വലിയ തോതിൽ പ്രതിസന്ധിയിലായി. ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യുന്ന സ്റ്റാഫുകളാണ് പ്രധാനമായും ഈ സമരത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഈ ജില്ലാ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ച സേവന വേതന വ്യവസ്ഥകൾ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ മാനേജ്മെന്റും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നതും സമരം അവസാനിപ്പിച്ചിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം, അതായത് പുലർച്ചെ 3 മുതൽ 7 വരെയാണ് കൂടുതൽ സർവീസുകൾ വരുന്നത്. ഇന്ന് പുലർച്ചെ 3 മുതൽ 7 വരെ എല്ലാ ദിവസവും സാധാരണ ഉള്ളതുപോലെ തന്നെ കൂടുതൽ സർവീസുകൾ നടക്കുന്നത് ആ സമയത്താണ്. ഈ സമയത്തെത്തിയ വിമാനങ്ങളിലെ യാത്രക്കാർ ഈ സമരം കാരണം നന്നേ വലഞ്ഞു. ഇവരുടെ ലഗേജുകൾ കൃത്യസമയത്ത് വിട്ടുകിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വലയുന്ന സ്ഥിതി ഉണ്ടായി. ഏതാണ്ട് 7ഓളം രാജ്യങ്ങളിലേക്കുള്ള കാർഗോ നീക്കത്തെയും ഈ സമരം ബാധിച്ചു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒത്തുതീർപ്പ് ചർച്ച അത് വിജയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
ഇ.പി. ജയരാജന് പരോക്ഷ വിമർശനവുമായി ഇടതുമുന്നണി കൺവീനർ. ബി.ജെ.പി. നേതാവിനെ കാണേണ്ടി വരുന്ന അവസ്ഥ തനിക്കാണുണ്ടായതെങ്കിൽ ആദ്യം പാർട്ടി സെക്രട്ടറിയെ അറിയിക്കുമായിരുന്നുവെന്ന് ടി.പി. രാമകൃഷ്ണൻ. ഇ.പി. ജയരാജനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല. ഇ.പി. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ തരത്തിൽ തുടരുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. സഖാവ് ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അദ്ദേഹം ആ ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജാവദേക്കർ അങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് കണ്ടെങ്കിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുമോ, പാർട്ടി അറിയുമോ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ജാവദേക്കർ എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ സാധാരണ നിലയിൽ ആരും കാണാനൊന്നും വരാറില്ല. ചിലപ്പോൾ വന്ന് കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്നുള്ള മുന്നണി കൺവീനറാണ്, അപ്പോൾ വരാനുള്ള സാധ്യത കൂടും. എന്നെ കണ്ടാൽ പിന്നെ ആർക്കും വരാലോ, ആർക്കും വന്ന് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാൾ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. ആ രീതി എല്ലാവരും തുറന്നൊന്നുമില്ല. എൻ്റെ രീതി അതാണ്. ആ രീതിക്കനുസരിച്ചുള്ള സമീപനമാണ് ഞാൻ എടുക്കുന്നത്. അത് പറയാത്തതാണ് ഇ.പി. ജയരാജന് പറ്റിയ വീഴ്ച. അന്ന് ഞാൻ പറയാം, ജാവദേക്കറെ കണ്ടത് ഒരു പ്രശ്നമായിട്ട് ഇപ്പം പാർട്ടിയുടെ മുമ്പിലില്ല. അത് അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. ടി.പി. കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നുവെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് താൻ മാറി നിന്നതെന്നും എന്നാൽ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ടി.പി. രാമകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം CPM ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ല അത്. അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്ന് പാർട്ടീൻ്റെ അഭിപ്രായം അതാണ്. ആ സംഭവം ശരിയായില്ല എന്നാണ് പാർട്ടി അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധക്കാര്യത്തിൽ എനിക്ക് ആ പീരീഡിൽ ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റുമോ? അതേപോലെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒഴിയണം? അങ്ങനെയില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചൈനയിൽ പോകണമെന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ സംഭവം ഉണ്ടായിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഞാനന്ന് പോയത് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെയാണ് അന്തരീക്ഷങ്ങളൊക്കെ മാറിയത്. പിന്നെ ഞങ്ങളെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കേസെടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം അവരെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര വെളിപ്പെടുത്തലുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടത് എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കി. ലൈംഗിക ബന്ധത്തിന് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു പവർ പേഴ്സൺ ആണെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. തൻ്റെ ആദ്യ സിനിമ പ്രധാന നടനും സഹനിർമ്മാതാവും അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തെന്നും ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റ് പ്രൊജക്റ്റുകളുമായി സഹകരിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായില്ലെന്നും സൗമ്യ പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇതെല്ലാം പറഞ്ഞിരുന്നുവെന്നും സൗമ്യ വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഈ വിവരങ്ങൾ പ്രധാനമായും ചില ആളുകൾക്കെതിരെ പറയുന്നു, പക്ഷെ ആരുടെയെങ്കിലും പേര് പറയുന്നുണ്ടോ? കിരൺ, സംവിധായിക ഈ ഒരു സൗമ്യ സദാനന്ദനാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാംഗല്യം തന്തുനാനേന എന്നൊരു ചിത്രമായിരുന്നു അവർ ആദ്യമായി സംവിധാനം ചെയ്തത്. അതിൽ നായകനായി എത്തിയത് കുഞ്ചാക്കോ ബോബനും നായിക നിമിഷ സജയൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നു സിനിമയിൽ പ്രധാനമായും അഭിനയിച്ചത്. ഈ സിനിമയോടുകൂടി പിന്നെ തനിക്ക് സിനിമാ മേഖലയിൽ നിന്നും വലിയ രീതിയിൽ വിലക്ക് നേരിട്ടു എന്നുകൂടി ഈ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റിക്ക് നന്ദി, എന്റെ പുഞ്ചിരി തിരിച്ചു തന്നതിന് എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് തന്റെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിക്ക് അവരോട് സെക്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ അത് തനിക്ക് പണം വാഗ്ദാനം ചെയ്ത് ഈ നടിയോട് പറയണമെന്ന്
ആവശ്യപ്പെട്ടോ ഇതിനെ താൻ എതിർത്തിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് തന്നെ സിനിമയിൽ നിന്നും വിലക്കിയത്. അതിലെ ഒരു പവർ പേഴ്സൺ ആണ് ഇത്തരത്തിലൊരു പണവുമായി തന്നെ ബന്ധപ്പെട്ടത്. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ഈ സിനിമ അതിലെ പ്രധാന നടനും സഹനിർമ്മാതാവും അനുവാദം ഇല്ലാതെ എഡിറ്റ് ചെയ്തു എന്നുകൂടി സൗമ്യ പറയുന്നു. അത്തരത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിനു മുൻപ് താൻ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അതിനൊരു നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ താൻ ഇറക്കുന്ന സിനിമയും ഒരു കലാമൂല്യമുള്ള സിനിമയായിരിക്കും. അതല്ല തങ്ങൾക്ക് വേണ്ടത്, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ് വേണ്ടതെന്ന് സഹനിർമ്മാതാവ് ആവശ്യപ്പെടുകയും ഇതിനെ തുടർന്നാണ് സഹനിർമ്മാതാവും ഈ പ്രധാനപ്പെട്ട ഒരു നടനും ചേർന്ന് തന്റെ അനുവാദമില്ലാതെ തന്റെ സിനിമ എഡിറ്റ് ചെയ്തു ഇറക്കി എന്നുകൂടി സൗമ്യ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിൽ തന്നെ വിലക്കണം, താൻ ഇനി അടുത്ത അഞ്ജലി മേനോനാകും എന്നൊരു പരാമർശവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ നടത്തിയിരുന്നുവെന്നും ചില ആളുകൾ നടത്തിയെന്നും താൻ അറിയാൻ വഴിയായി എന്നുകൂടി സൗമ്യ സദാനന്ദൻ പറയുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറയേണ്ടതെന്ന് രഞ്ജിനി ഹരിദാസ്. ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാർ അതേപ്പറ്റി ഒരക്ഷരം പറയാൻ തയ്യാറാകാത്തത് അവരുടെ കരിയർ അവസാനിക്കുമെന്ന ഭയം കൊണ്ടാണെന്നും രഞ്ജിനി ഹരിദാസ് Q18 പ്രതികരിച്ചു. ഇപ്പം ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നതാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. അവരുടെ ട്രോമയല്ല, അവരുടെ ട്രോമ അവർ ഇത്രയും നാൾ സഹിച്ചു, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർക്ക് ഇങ്ങനത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ധൈര്യം വന്നു, അവരുടെ കൂടെ നിൽക്കാൻ മീഡിയ ഉണ്ടാവും എന്നൊന്നും അല്ല നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് ആൾക്ക് എന്ത് പോവാൻ, യുനോ. ആൻഡ് ഐ ഫീൽ ദാറ്റ്സ് ഓൾസോ സോ സാഡ്. ഞാനും വിചാരിച്ചു, അതിനെക്കുറിച്ചല്ല, ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ അനുഭവമുള്ള കുറച്ച് പോപ്പുലറായ ആൾക്കാർ വന്ന് സംസാരിക്കാത്തത് ഞാനും വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ മൊമെന്റിൽ ഈ സാധനം മാറും. ഒരു പക്ഷേ സെൽഫിഷ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ രഞ്ജിനി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ രഞ്ജിനി അത് പറഞ്ഞേനെ, നേരിട്ട് പറഞ്ഞേനെ. പക്ഷെ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ ഇത് പറയുന്നില്ല എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശരിക്കുള്ള ആക്ച്വൽ ലക്ഷ്യം എന്താണ്, അത് കുറച്ച് കഴിയുമ്പോൾ വഴി മാറിപ്പോകില്ലേ? അങ്ങനെ ഒരു പേടി. ഐ അഗ്രി. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു മോട്ടീവ് മാക്സിമം ആൾക്കാരെ കൊണ്ട് പറയിക്കുക എന്നതായി മാറി അല്ലേ? അവിടെയാണ് ഇതിന്റെ രീതി മാറിപ്പോകുന്നത്. ബിക്കോസ് ഇപ്പം ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആരെങ്കിലും വിചാരിച്ചോ എക്സ് വന്ന് പറയുന്നു ഇത് ശരിയാണ്, ഞാനും എനിക്കും ഇങ്ങനെ തന്നെ പോകേണ്ടി വന്നു, ഞാനും ഇതൊക്കെ ചെയ്തു വന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയുമ്പം സാധനം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. മീഡിയയുടെ ഒരു രീതിയാണ് അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, യു ആർ ഫ്രം ദി ഇൻഡസ്ട്രി. ഇവിടെ കുറച്ച് സെൻസേഷനലിസവും കുറച്ച് യുനോ അതൊക്കെയാണ് ഇപ്പം ഉള്ളത്. ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഇപ്പം ഈയിടെ ഐ സോ സംതിങ് അഗൈൻ ഓൺലൈൻ മീഡിയയിൽ മറ്റേ ഗീതാ വിജയൻ എന്ന് പറഞ്ഞൊരു മാം പറഞ്ഞു, മാമിന്റെ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞു. ആ സമയത്ത് കുറേ സിനിമകൾ ചെയ്തൊരു നടിയാണ് നമ്മൾ ഒരു സമയത്ത് കുറെ സിനിമകൾ കണ്ട ആക്ടേഴ്സ്. പക്ഷെ ഇവരൊന്നും മെയിൻ സ്ട്രീം നായികയിൽ വളരെ സൂപ്പർ ഹിറ്റ് പോപ്പുലർ ആയില്ല എന്നുകൊണ്ട് നമ്മൾ അത് ഡിസ്റിഗാർഡ് ചെയ്യാൻ പാടുമോ? പൂർണ്ണമാകുന്നു. നമസ്കാരം.